ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. വചനതീരം എന്ന പേരിൽ നടക്കുന്ന തഫ്സീർ പഠനത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതായത് ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ്. മദനിയാണെന്നും എന്നാൽ മക്കയിലും മദീനയിലും അവതരിച്ചിട്ടുണ്ട്, 2 തവണ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുമെല്ലാം ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും മറ്റു ഗ്രന്ഥങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മാ അൻസലല്ലാഹു ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ മിസ്ല ഉമ്മിൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ പോലത്തെ ഒരു അധ്യായം, ഒരു സൂറത്ത് തൗറാത്തിലോ ഇഞ്ചീലിലോ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ലെന്നും അത്രയധികം അതുല്യമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നും നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി 4 വട്ടം കരഞ്ഞത്, ഒന്ന് ഇബ്ലീസിനെ ശപിക്കപ്പെട്ടപ്പോൾ, അതുപോലെ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചപ്പോൾ, 4-മത്തത് ഫാത്തിഹ അവതരിക്കപ്പെട്ട സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തേങ്ങിക്കരഞ്ഞത്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഞാൻ 10 ലക്ഷം മസ്അലകൾ ആ ഒരു സൂറത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്താൻ സാധിക്കും, എനിക്ക് നിർദ്ധാരണം ചെയ്യാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയ ആശയ വിശാലത, അല്ലെങ്കിൽ അതിലടങ്ങിയ അറിവിൻ്റെ ഒരുപാട് പ്രവിശാലമായ സാധ്യതകളാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒക്കെ നാമങ്ങൾ അധികരിക്കുക എന്നത് അതിൻ്റെ പവിത്രത കൂടുന്നു എന്നതാണ് അതിൻ്റെ സാധ്യത. പവിത്രത കൂടുതലുള്ളതുകൊണ്ടാണ് ഒരു കാര്യത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ നാമങ്ങൾ അധികരിക്കുന്നത്. ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, സബുൽ മസാനി, സൂറത്തുൽ ഹംദ്, സൂറത്തു ഷിഫ, കാഫിയ, റുഖിയ, അസാസ് തുടങ്ങി 10-20ഓളം നാമങ്ങൾ നമുക്ക് ഫാത്തിഹക്ക് കാണാൻ സാധിക്കും. ഫാത്തിഹത്തുൽ കിതാബ് എന്നതാണ് പ്രധാനപ്പെട്ട നാമം. ഫാത്തിഹത്തുൽ കിതാബ് എന്നാൽ തുടക്കം എന്നാണ്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടായതുകൊണ്ട് ഇങ്ങനൊരു നാമം വന്നതാണെന്നും, അതല്ല നിസ്കാരം തുടങ്ങുന്നു, അതുപോലെ മറ്റു കാര്യങ്ങൾ തുടങ്ങുന്നു എന്നതുകൊണ്ടൊക്കെ ഇങ്ങനെ നാമം വന്നു എന്നൊക്കെ അതിന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഉമ്മുൽ ഖുർആൻ എന്ന് വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. ഉമ്മു ഷൈഇ അസ്ലുഹു എന്നാണ്. ഒരു കാര്യത്തിൻ്റെ അസ്ല്, അതാണ് അതിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അസ്ല്. വിശുദ്ധ ഖുർആനിൽ അടങ്ങിയ സകലമാന ആശയങ്ങളും വ്യംഗ്യമായിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആൻ്റെ ഒരു സമ്മറിയാണെന്നൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ. അതുപോലെ സബുൽ മസാനി, ആവർത്തിക്കുന്ന 7 ആയത്തുകൾ എന്ന് പറയുമ്പോൾ നാം ദിവസവും നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ തന്നെ ഓതുന്നുണ്ട്. ആവർത്തിച്ചു കൊണ്ടോതുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് പറയുന്നു. അതുപോലെ മക്കയിലും മദീനയിലും അവതരിച്ച സൂറത്താണ് എന്ന നേരത്തെ അഭിപ്രായ പ്രകാരം ആവർത്തിച്ച് അവതരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പേര് വന്നതെന്നും ചില അഭിപ്രായങ്ങളുണ്ട്. മസാനി എന്നത് സനായിൽ നിന്നാണ്. അള്ളാഹുവിനെ നിരന്തരം പുകഴ്ത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഇതൊക്കെയും അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. അങ്ങനെ റബ്ബിനെ പുകഴ്ത്തുന്നത് കൊണ്ടാണ് സനായിൽ നിന്നുള്ള മസാനി വന്നതെന്നും, സനാ ആണ് മസാനിയുടെ അസ്ലെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ കാഫിയ എന്നൊരു പേര് വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. കാഫിയ എന്നാൽ മതിയായത് എന്നാണ്. ലിഅന്നഹ തക്ഫി അമ്മാ അദാഹ വലാ യക്ഫി മാ സിവാഹുമാ അൻഹ. സൂറത്തുൽ ഫാത്തിഹ മറ്റുള്ള സൂറത്തുകൾക്കൊക്കെ പകരമാണ്, എന്നാൽ മറ്റുള്ള ഒരു സൂറത്തും സൂറത്തുൽ ഫാത്തിഹക്ക് പകരമാകില്ല എന്നാണ് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. അതുപോലെ ഷിഫ, രോഗങ്ങൾക്ക് ശമനമാണ്. ഏത് രോഗത്തിനും ഫാത്തിഹ ഷിഫയുണ്ട് എന്ന് ഹദീസിലും മറ്റുമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നാമം വന്നത്. ഇത്തരത്തിൽ ഒരുപാട് നാമങ്ങളുള്ള, ഒരുപാട് അർത്ഥതലങ്ങളുള്ള, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഫലങ്ങൾ നൽകുന്ന, ഒരുപാട് ആശയങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ.